എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാട്ടെ. നിങ്ങൾ ഒരേ കാലത്ത് BMS-ൽ ആദ്യകാലം പോലെ സാറ് പെൻഷനായ പിന്നെ ഫുൾ ടൈമായിട്ട് ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് വളർത്തി ഒരു രക്ഷകർത്താവെന്നുള്ള നിലയിൽ ഞങ്ങളെ ബഹുമാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്നെ ഗുണദോഷിക്കുകയും വഴക്ക് പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളും വഴക്കും ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ജീവിച്ചിട്ടുള്ള മനുഷ്യരാണ്. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ആത്മാർത്ഥത, ഏറ്റവും ആത്മാർത്ഥമായിട്ട് സംഘടനാ പ്രവർത്തനം പത്തനംതിട്ട ജില്ലയിൽ നടത്തി ഞങ്ങൾ ഒരു മനസ്സോടെ, രണ്ട് ശരീരമെങ്കിലും ഒരു മനസ്സോടെ പ്രവർത്തിച്ചെങ്കിൽ പോകുന്ന അത് ഇന്ന് കേരളം ഒട്ടുക്കെന്നല്ല മറ്റ് സംസ്ഥാനങ്ങളിലും അറിയപ്പെടുന്ന രണ്ട് പ്രവർത്തകരായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇന്നും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളൊരു ഒക്കെ തന്നെ ജനാർസാർ എന്ന് പറഞ്ഞാൽ KC ഗണപതിപിള്ള എന്ന് പറഞ്ഞാലും അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യവും ഏറ്റവും വലിയൊരു നേട്ടവും. മരിച്ചു എന്നാൽ പോലും ആത്മാവിന് സുഖിക്കത്തക്ക രീതിയിൽ ഒരു അംഗീകാരം. അച്ഛൻ്റെ അഭിപ്രായം എന്തോ? എങ്ങനെയുണ്ട്? ഗണപതിപിള്ള പറഞ്ഞത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് അഭിപ്രായം വരണ്ടോ? നിങ്ങളൊന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? അതൊക്കെ പിണങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. സ്നേഹം മനുവും പിന്നെ ജനാർസാറും കൂടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? മറുചോദ്യം പറ്റത്തില്ല. മറുചോദ്യം പറ്റില്ല. നിങ്ങൾ ഞാൻ ചോദിക്കണം. ഞങ്ങളെ ജനാർസാറിന്റെ മകനെ കാണുന്നത് പോലാണ് ജനാർസാർ എന്നെ കണ്ടിട്ടുള്ളത്. അപ്പം തിരിച്ച് ഞാൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്തും ഒരു രക്ഷാകർത്താവിൻ്റെ സ്ഥാനത്തും നിൽക്കുന്നു. എന്നും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ മിക്കവാറും സാറിനെ ഓർക്കാത്ത ദിവസങ്ങളില്ല. വല്ലപ്പോഴുമെങ്കിലും ഇപ്പോഴും ഞങ്ങൾ ആ ബന്ധം പുലർത്തുന്നുണ്ട്. ഫോണിൽ കൂടെ ആയാലും. പിന്നെ ഈ 2-3 ദിവസത്തിന് മുമ്പേ ഞങ്ങളെ ഫോണിൽ സംസാരിച്ചു. അപ്പം സാറ് പറഞ്ഞു, പോരാ ഗണപതിപിള്ളേ, വല്ലപ്പോഴും വിളിക്കുന്നില്ല, വിളി കുറവാണല്ലോ എന്ന് പറഞ്ഞതാ ഇപ്പം ഞാൻ ഓടി വരാൻ കാര്യം. ഇപ്പം നിങ്ങൾ രണ്ടുപേരും വാർദ്ധക്യത്തിൽ പിന്നെ ജീവിതത്തിലെ പിന്നെ എന്താ വിശ്രമ ജീവിതം ഞാൻ ആത്മീയമായിട്ട് കുറച്ച് വിശ്രമ ജീവിതം. അച്ഛനും വിശ്രമ ജീവിതം. ഇത് ലോകമെല്ലാം കാണണം. അതെ, ഫേസ്ബുക്കിലൊക്കെ അടിച്ചിട്ട് ഇട്ടേ